അല്ല, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊട്ടി മുളച്ച കുറെ ആളുകളല്ലേ ഈ ചാനലിലിരുന്നൊക്കെ വലിയ വർത്താനൊക്കെ പറഞ്ഞിട്ട് നേതാക്കളായവരാണ്. അവരോട് പറഞ്ഞ എനിക്ക് പുച്ഛാണ് അവർ പറഞ്ഞ. കാരണം അവരെങ്ങനെ വലുതാ. ഇപ്പം എന്തിനാണ് ഷാഫീനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടില്ലെന്ന് മനസ്സിലായ? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വഴിക്ക് 2 വർഷം അയാളും ജയിച്ചു പോയിക്കോളും, ഇയാൾ MLA ആയിക്കോളും. അതിനു വേണ്ടിയിട്ടാണ് രാജാവിനേക്കാളും വലിയ രാജഭക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നിട്ടുള്ള ആളല്ല. ഈ പറയുന്ന എൻ്റെ സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റ് ആയ ആളാണ്. ഞാൻ ഒരു പാർട്ടിയിലും നിന്നിട്ടില്ല ഇതുവരെ. സഹിക്കാണ്ട് ഓടിപ്പോയതാ. ഈ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? ഏതാ സഹോദരനെ വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ രാഷ്ട്രീയം വേറെ, അദ്ദേഹത്തിന് ഞാൻ പക്ഷെ അദ്ദേഹം ഏട്ടനാണ് എന്ന് എനിക്കറിയാം. എൻ്റെ രക്തമാണെന്ന് അറിയാം. മുരളിയേട്ടൻ NCPയിലും ഒന്നും പോയപ്പോഴൊന്നും ഞാൻ അദ്ദേഹത്തിന് ഒരു കുറ്റം പറഞ്ഞില്ലല്ലോ. ഞാൻ ഉറച്ച കോൺഗ്രസ്സുകാരിയായിരുന്നു. ഒരു വാക്ക് പോലും ഞാൻ മുരളിയേട്ടനെതിരെ പറഞ്ഞിട്ടില്ല. മുരളിയേട്ടൻ പിന്നെ ദേഷ്യം വരുമ്പോൾ ചാടിത്തുള്ളി വല്ലതും പറയുന്നില്ല. ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. പത്മജ വേണുഗോപാലിന്റെ ആരോപണങ്ങൾ ചോദിക്കുമ്പോൾ താമരയ്ക്ക് മറുപടി ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ? പത്മജ വേണുഗോപാല് കെ മുരളീധരനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അക്കാര്യം ചോദിക്കുമ്പോൾ താമരയ്ക്ക് മറുപടി ഇല്ല എന്നാണ് ഒരു പരിഹാസ രൂപേണാണ് പറയുന്നത്. അതെ, കാരണം എന്റെ പേര് അതാണല്ലോ. അതുകൊണ്ട് അത് പത്മജയോടെന്ന് പറഞ്ഞ താമരാന്നാക്കി. പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവസാനം BJPയിൽ എത്തിയെന്നാണോ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. എന്റെ അച്ഛനല്ലേ പേരിട്ട്. ഇനി മരിച്ചു കഴിഞ്ഞു അച്ഛൻ ദീർഘോഷണം ഉണ്ടായിരുന്നു. അച്ഛനുണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് സംശയമുണ്ട്. എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയനെ. കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛൻ്റെ മന്ദിരം പണിയാണ്. 1 കൊല്ലത്തിനുള്ളിൽ ഞാൻ 3 കൊല്ലം ഞാൻ KPC ബസിന്റെ മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അവർ പണിയാനുള്ള ഒരു ഇതുമില്ല. അച്ഛൻ്റെ ഇത് വരുമ്പോൾ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ്, മറ്റേ പിരിവ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല. അതായിരുന്നു എൻ്റെ അവസാനത്തെ ഒരു പിടിവള്ളി. ഇതില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂർ ഇറങ്ങുന്നു. സുരേഷ് ഗോപി അല്ലല്ലോ എന്നെ തോൽപ്പിച്ചത്. സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിച്ചേനെ. പക്ഷെ കൂടെ നിന്നവർ കാലുവാരിയത് കണ്ടപ്പോൾ ഞാനൊരു 20,000 വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ഈവൻ മാർക്സിസ്റ്റ് പാർട്ടി പോലും. പക്ഷെ പിന്നെ എന്താ ഉണ്ടായത്? ഈ മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടിയിട്ട് എന്നെ ഇതാക്കി. ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡലം പ്രസിഡന്മാരെ മാറ്റുന്ന കേട്ടിട്ടുണ്ടാവും. ആ മണ്ഡലം പ്രസിഡന്മാർ മുഴുവൻ എനിക്കെതിരായി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ല. KPC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി.